പാലക്കാട് കുഴൽമന്ദത്ത് ബൈക്കിലെത്തിയ യുവാക്കൾ വയോധികയുടെ മാല കവർന്നു. പുതിയ പാലം സ്വദേശി അമ്മിണിയമ്മയുടെ 3 പവൻ സ്വർണ്ണമാലയാണ് ഇവന്മാർ പൊട്ടിച്ചെടുത്തത്. പ്രതികളെ പിന്തുടർന്നവർക്ക് അവരുടെ നേരെ കണ്ണിൽ മുളകുപൊടി ഇട്ടു. ഈ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ 24-ന്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, പാലക്കാട്ടും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ എണ്ണം കൂടുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്കൈൻ, ഈ വടക്കഞ്ചേരി, ആലത്തൂർ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മോഷ്ടാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം നടക്കുന്നത് ഇന്നലെ വൈകിട്ടാണ്. ഈ അമ്മിണിയമ്മ എന്ന 79-കാരി അവരവരുടെ വീടിൻ്റെ മുറ്റത്ത് ഈ മരച്ചില്ലകൾ മുറിച്ചിട്ടിരുന്നു. അതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുകയായിരുന്നു റോഡിൽ നിന്ന്. ആ സമയത്താണ് 2 ബൈക്കുകൾ അതിലൂടെ കടന്നു വരുന്നത്. അതിലൊരു ബൈക്കിലുണ്ടായിരുന്ന യുവാക്കളാണ് അമ്മിണിയമ്മയുടെ മാല, 3 പവനോളം തൂക്കം വരുന്ന മാല പിടിച്ചു പറിച്ചത്. അവർ ചെറുത്ത് നിന്നതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ആ ശ്രമം ഉപേക്ഷിക്കുകയും തുടർന്ന് 79-കാരിയായിട്ടുള്ള അമ്മിണിയമ്മയെ അവർ തള്ളിയിടുകയും താഴെ നിന്ന് ഈ മാല പറിച്ച് ബൈക്കിൽ രക്ഷപ്പെടുകയുമായിരുന്നു. തൊട്ടുപുറകെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിലെ യാത്രികൻ ഇവരെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിലുണ്ടായിരുന്ന മുളക് പൊടി ഇവരുടെ കണ്ണിലേക്ക് എറിഞ്ഞ് അവർ രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇതിനർത്ഥം വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു മോഷണം എന്നുള്ളതാണ്. എന്തായാലും കുഴൽമന്ദം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. വളരെ ഗൗരവത്തിലാണ് പോലീസ് ഈ വിഷയങ്ങളെ കാണുന്നത്. ഈ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ കൃത്യം നടത്തിയ ശേഷം അതിവേഗത്തിൽ കടന്നു പോകുന്ന മോഷ്ടാക്കളെയാണ്. അവർക്ക് പുറകിലായി അവരെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ആശങ്കയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. കാരണം പ്രായമായ ആളുകളടക്കം വലിയ ആശങ്കയോ ഭീതിയോ ഒന്നുമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നതായിരുന്നു. എന്നാൽ അവർക്കൊക്കെ ഒരു ആശങ്കയായി മാറിയിരിക്കുകയാണ് മോഷ്ടാക്കളുടെ സാന്നിധ്യം. എത്രയും വേഗത്തിൽ ഇവരെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ പ്രതികളെ പോലീസ് പിടിക്കട്ടെ. സുലൈമാൻ അബ്ദുൽ ഖാദർ നിഖിലിനോട് പറയുന്നു, നിഖിൽ പ്രമേഷ് അടുത്ത മാർക്കറ്റിലേക്ക് ഒന്ന് പോയി പച്ചക്കറികളുടെ വില നിലവാരമൊക്കെ ഒന്ന് അന്വേഷിക്കണം. എല്ലാ പച്ചക്കറികൾക്കും ഇപ്പോൾ പൊള്ളുന്ന വിലയാണെന്ന് പറയുന്നു. നിഖിലൊരു ജോലി ഏൽപ്പിച്ചിരിക്കുക. നിഖിൽ എന്തായാലും ഒന്ന് മാർക്കറ്റിലേക്ക് ഒന്ന് കയറി ഇറങ്ങിക്കൊള്ളൂ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. നിഖിൽ പോയിട്ട് വരും, പച്ചക്കറി മാർക്കറ്റിലേക്ക് ഒന്ന് പോയി എന്തൊക്കെയാണ് വിലയെന്ന് അറിഞ്ഞു വരും. സുലൈമാൻ അബ്ദുൽ ഖാദർ അതുവരെ വെയിറ്റ് ചെയ്യുക.